ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വേർഡാണല്ലേ ഡിപ്രഷൻ. ചെറിയൊരു സങ്കടം വരുമ്പോ തന്നെ പലരും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡിപ്രഷൻ. എന്താണ്, നിനക്ക് ഡിപ്രഷൻ ആണ്? നീ എന്താ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പലരും ചോദിക്കാം. നമ്മുടെ അടുത്ത് വരുന്ന പല ആൾക്കാർക്കും ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒന്നാണ് ഡിപ്രഷൻ. എന്താണ് ശരിക്കും ക്ലിനിക്കൽ ഡിപ്രഷൻ? നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്തിട്ടാവും ചെയ്യുക. അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാണ്ട് ആർക്കോ വേണ്ടിയിട്ട് ചെയ്യാം. ഞാൻ മോശക്കാരനാണ്, എന്നെ ആർക്കും ഇഷ്ടാവുന്നില്ല, ജീവിതത്തെ കുറിച്ച് എനിക്കൊരു ഹോപ്പുമില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളായിരിക്കും ഡിപ്രഷനുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ടാവുക. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു വരും. അതൊരു ബ്രേക്കപ്പ് ആകാം, ഇഷ്ടപ്പെട്ട ആളുടെ മരണമാകാം, എക്സാം ഫെയിലിയേഴ്സ് ആകാം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ 2 ആഴ്ചയിൽ കൂടുതൽ ഇതുപോലുള്ള നെഗറ്റീവ് ചിന്തകളും ഒരുപാട് പ്ലഷറബിൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയും ഉണ്ടാകും. ഇതെല്ലാമാണ് ക്ലിനിക്കലി ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യപ്പെടാവുന്ന ക്രൈറ്റീരിയാസ്. ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെയോ കണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്.